ബോസിൽ ഓപ്പൺ നോമിനേഷൻ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഇന്ന് രാവിലെ തൊട്ട്, അതായത് ലാലേട്ടൻ വന്നു പോയതിനു ശേഷം ലൈവിൽ സംഭവിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തിനാണ് ആ ഒരു പ്രോമോയിൽ കാണിച്ചതുപോലെ കിച്ചണിൽ അടിയുണ്ടായത്, അർജുന്റെ പവർ റൂം പ്രവേശനം, പവർ റൂമിലെ ബാക്കി അംഗങ്ങളുടെ ആ ഒരു എല്ലാ കാര്യത്തിലുള്ള ഇടപെടൽ, അതുപോലെ തന്നെ ജാൻമണിയുടെ ക്യാപ്റ്റൻസി തകർക്കുകയാണോ, അതായത് ആസ് എ ക്യാപ്റ്റൻ എന്തൊക്കെയാണ് ജാൻമണി കാട്ടിക്കൂട്ടുന്നത്, നോമിനേഷനിൽ വൺ ടിസ്റ്റ് കൊണ്ടുവന്നൊരു ജാൻമണി. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. എന്റെ പേര് അരുൺ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. സോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ട് ആദ്യം തന്നെ നോമിനേഷന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ലൈവ് എപ്പിസോഡിലും കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തിനാണ് ഫൈറ്റ് ഉണ്ടായെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. എന്തായാലും നോമിനേഷനിൽ നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ശ്രീരേഖ ചേച്ചി ഒഴിച്ച് പിന്നെ പവർ ടീം അംഗങ്ങളായ അർജുൻ, അതുപോലെ തന്നെ റസ്മിൻ, ജിൻഡോ ആൻഡ് ജാൻമണി ഇവരൊഴിച്ച് ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നു എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷനിൽ വെച്ചിട്ട്. ബിഗ് ബോസ് എന്തായാലും നോമിനേഷൻ ഫുൾ ആയിട്ട് നമ്മളെ കാണിക്കില്ലല്ലോ. ബാക്കി നമുക്ക് കണക്കുകൂട്ടൽ വെച്ച് എന്തായാലും ജാസ്മിൻ ഗബ്രി ഉറപ്പായിട്ട് നോമിനേഷനിൽ വന്നിട്ട് അവർക്ക് 7-6 വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. കൂടാതെ ഞാൻ ഓരോരുത്തരായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ കുറെ നേരം പിടിക്കും. എന്നാലും ഞാൻ പറയാം, ഗബ്രി എടുത്ത് പറയുകയാണെങ്കിൽ ശരണ്യനെയും അതുപോലെ തന്നെ യമുന ചേച്ചിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ജാസ്മിൻ നോർമ പറഞ്ഞിരിക്കുന്നത് ജാസ്മിൻ ഗബ്രിയാണ്. ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത് യമുനേനെയും ശ്രീധുവിനെയാണ്. ശ്രീധുവിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്സര പറഞ്ഞിരിക്കുന്നത് അൻസിബേനെയും ഋഷിനെയാണ്. ശ്രീരേഖ ചേച്ചി പറഞ്ഞത് യമുനേനെയും അൻസിബേനെയാണ്. യമുന പറഞ്ഞിരിക്കുന്നത് ഗബ്രിനെയും നോറേനെയാണ്. പിന്നെ ശ്രീധു ജാസ്മിൻ ഗബ്രീനെ പറഞ്ഞ, ഋഷി ജാസ്മിൻ ശ്രീധുവിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീധു നോമിനേഷനിലുണ്ട്. ശരണ്യ ജാസ്മിൻ ഗബ്രീനെ പറഞ്ഞത്, ശരണ്യം നോമിനേഷനിലുണ്ട്. അൻസിബ ശ്രീരേഖനെയും ജാസ്മിനെയാണ് പറഞ്ഞത്. ശ്രീരേഖ ചേച്ചിക്ക് 1 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഐ തിങ്ക് നോമിനേഷനിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. റസ്മിൻ ജാസ്മിനെയും ഋഷിയെയും പറഞ്ഞു. അർജുൻ യമുനേനെയും ജാസ്മിനെയും പറഞ്ഞു. ജിൻഡോ ഗബ്രീനെയും ജാസ്മിനെയും പറഞ്ഞു. ജാൻമണി ജാസ്മിനെയും നോറയും പറഞ്ഞു. അവിടെ നോറേനെ പറഞ്ഞു. നോറയ്ക്ക് 1 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നോറ നോമിനേഷനിൽ വരാണ്ടിരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷെ ജാൻമണി അവിടെ ബുദ്ധിപൂർവ്വം കളിച്ച് നോറേനെ പറഞ്ഞ് നോറ നോമിനേഷനിൽ വന്നിരിക്കുകയാണ്. ശ്രീരേഖ രക്ഷപ്പെട്ടിരിക്കുകയാണ്. സോ എന്തായാലും അറിയില്ല 1 വോട്ട് കിട്ടിയ വ്യക്തിയെ നോമിനേഷനിൽ ഇടുമോ, അതെന്തായാലും എപ്പിസോഡ് വരുമ്പോഴേ അറിയുള്ളൂ. സോ നോമിനേഷനിൽ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. പിന്നെ ഡയറക്റ്റ് എൻട്രി ആയിട്ട് അപ്സര എന്നെ പവർ ടീം നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ അർജുൻ ശ്രീധുവിന് വേണ്ടി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും ഒരു ശ്രീധു എന്തായാലും നോമിനേഷനിൽ വരും, അതുകൊണ്ട് നമ്മൾ ശ്രീധുവിന് പറയണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിൽ ആ ഒരു പദപ്രയോഗവും കാര്യങ്ങളൊക്കെ ആ ഒരു പ്രശ്നത്തിലേക്ക് വഴിതെളിച്ചത് അപ്സരയാണ് എന്നുള്ളൊരു ടോക്ക് ജിൻഡോ അവിടെ എടുത്തിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു. സോ അതുകൊണ്ട് തന്നെ ശ്രീധു നോമിനേഷനിൽ വരും എന്നറിയാം, പക്ഷെ എന്നാലും പവർ ടീം നോമിനേറ്റ് ചെയ്ത് ശ്രീധു വരണ്ട എന്നുള്ളൊരു ടോക്ക് അല്ല, ഒരു ചിന്ത അർജുൻ ഉണ്ടായിരുന്നിരിക്കാം മേ ബി. പക്ഷെ അത് കാണിച്ചിട്ടില്ല, പുറത്ത് കാണിച്ചിട്ടില്ല. സോ അതൊരു സംഭവം. സോ എന്തായാലും ഇനി ലൈവിൽ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ലാലേട്ടൻ വന്നു പോയതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ ലൈവിൽ നടന്നിരിക്കുന്നു. ഇപ്പം നമ്മുടെ ഗബ്രി ജാസ്മിനോട് ഇഷ്ടമാണെന്നുള്ള രീതിയിലുള്ളൊരു സംസാരിച്ചു എന്നുള്ളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് നടക്കുന്നു. ഒരു കാര്യത്തിലും താല്പര്യമില്ല. ഈ നോമിനേഷന്റെ വരുന്നതിന് തൊട്ട് മുന്നെയാണ് ഗബ്രിയെ നോക്കിയ, അതുവരെ ഒരു കാര്യത്തിലും താല്പര്യമില്ലാണ്ട് ചടഞ്ഞുകൂടി മോർണിംഗ് ടാസ്ക് കളിക്കാണ്ട് കംപ്ലീറ്റ്ലി ഒരു നിരാശാ കാമുകൻ നടക്കുന്ന പോലെയൊക്കെയായിരുന്നു നമ്മുടെ ഗബ്രി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. സോ എന്തായാലും ജാസ്മിൻ ഒരുപാട് നേരം പോയി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഗബ്രി ഓക്കെ ആവാത്ത പോലെ രാവിലത്തെ മോർണിംഗ് സെക്ഷൻ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലൈവില് ഉടനീളം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ പവർ ടീമിലേക്ക് നമ്മുടെ അർജുനെ സ്വാഗതം ചെയ്യുന്ന ഒരു സെഗ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പൂവും പുഷ്പവൃഷ്ടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആനയിച്ച് പവർ റൂമിൽ കൊണ്ടുവന്ന് പവർ റൂമിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ അർജുൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അർജുൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് ലാലേട്ടൻ പറഞ്ഞു. പിന്നെ എല്ലാവരും ഹൈജീന്റെ കാര്യം എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലൈവിൽ നടന്നൊരു സംഭവമാണ് ജാൻമണി ക്യാപ്റ്റൻ സ്ഥാനം എങ്ങനെ ഉപയോഗിക്കുന്നുള്ളത്. സോ എന്തായാലും ഈ ഒരു അടി, അതായത് നമ്മൾ പറഞ്ഞ യമുന ചേച്ചിയും അർജുനൊക്കെ തമ്മിലുള്ള ആ ഒരു ചിക്കൻ ഫൈറ്റ് ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ പവർ ടീമിനോട് പറയാണ്, പവർ ടീം നിങ്ങൾ സർവാധികാരികളാണ്, അല്ലാണ്ട് ഒരു ടീമിനെ സെലക്ട് ചെയ്യുന്ന ആൾക്കാരല്ല എന്നുള്ള രീതി പറയുന്നുണ്ടായിരുന്നു. അപ്പൊ പവർ ടീമിന്റെ പവർ വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്സരയോട് ചിക്കൻ കറി വെക്കാൻ പറഞ്ഞു. പക്ഷേ കിച്ചൺ ടീമിൽ യമുന ചേച്ചിയൊക്കെയാണുള്ളത്. സോ അവർ പവർ യൂസ് ചെയ്താണ്. പക്ഷെ അത് യമുന ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുള്ള ഒരു വാഗ്വാദങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ബിഗ് ബോസിലേക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ അതാണ് മെയിൻ ആയിട്ട് ഇന്നത്തെ ഫൈറ്റിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ അതുപോലെ തന്നെ ജാൻമണി ക്യാപ്റ്റനായിട്ട്, അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇപ്പൊ 3 ക്യാപ്റ്റൻസോളായി. അതായത് അർജുൻ, സിജോ ആൻഡ് അൻസിബ. ഈ 3 ക്യാപ്റ്റനിലും ഇല്ലാത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ക്യാപ്റ്റന്മാരും പവർ ടീം എന്ന് പറയുന്നു ആ ഒരു രീതിയിൽ പോകും. പക്ഷെ ഇവിടെ ക്യാപ്റ്റൻ ഒരു പവർ ഉണ്ട് എന്നുള്ള കാര്യം ജാൻമണി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. സോ പവർ ടീം പറയുന്നത് തന്നെ ക്യാപ്റ്റൻ അനുസരിക്കണം എന്നുള്ള ഒരു മീൻസ് ആ 2, അതായത് പവർ ടീമിലാണല്ലോ ക്യാപ്റ്റൻ കിടക്കുന്നത്.
അപ്പൊ രണ്ടുപേർക്കും തുല്യ അവകാശമാണ് എന്നുള്ള രീതിയിലുള്ള ടോക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇത് വരുന്ന ദിവസങ്ങളിൽ എന്തായാലും അടിപൊട്ടാനുള്ള സാധ്യതകൾ വളരെ കൂട്ടുന്ന ഒരു എലമെന്റ് ആണ്. അതായത് ജാൻമണി എന്തായാലും ആ ഒരു കാര്യത്തിൽ കയറി പിടിക്കും, ഉറപ്പാണ്. അപ്പം ക്യാപ്റ്റന്റെ പവറും രണ്ടുപേരും തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും പവർ യൂസ് ചെയ്യുന്ന ഇഷ്യൂയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ജാൻമണിക്ക് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ചായ കുടിക്കണമെന്ന് പറഞ്ഞാൽ മീൻസ് അവർ എല്ലാം പേഴ്സണൽ ആയിട്ട് എടുത്ത് ആ ഒരു അറ്റാക്കിംഗ് മെന്റാലിറ്റി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗെയിം നല്ല രീതിയിൽ ഇറങ്ങി കളിക്കുന്നുണ്ട്. അതായത് ഗെയിം കളിക്കാൻ അറിയുന്നില്ല എന്നൊന്നും ജാൻമണിയെ നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് നോറയെ ഇന്ന് നോമിനേഷനിൽ ഇട്ടത് ജാൻമണിയാണ്. ആ ഒരു ഗെയിം അവിടെ മെന്റലി അവർ കളിച്ചിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി അവർക്ക് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അർജുന്റെ പവർ ടീം വരവോടുകൂടി ജിൻഡോ കുറച്ച് ഡൗൺ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പേഴ്സണലി ഇതുവരെ ലൈവില്. പക്ഷെ പറയാൻ പറ്റില്ല, ഇനിയിപ്പോൾ വൈകുന്നേരത്തെ പ്രോമോയിൽ ജിൻഡോ തകർത്താടി വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. സോ എന്തായാലും ഇത്തവണ നിങ്ങൾ നോമിനേഷനിൽ വന്ന ആർക്കാണ് വോട്ട് ചെയ്യാന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. ഇത്ര നേരം ലൈവ് നല്ല എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ വൈൽഡ് കാർഡുകളും കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അപ്പം വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒക്കെ പരിഗണിക്കുക. അപ്പം ഇപ്രാവശ്യം പവർ ടീമിലുള്ള ആ ഒരു 3 പേര്, അതായത് അർജുൻ, ജിൻഡോ, റസ്മിൻ, പവർ ടീം ഡയറക്റ്റ്ലി നോമിനേറ്റ് ചെയ്ത പിന്നെ ക്യാപ്റ്റൻ ജാൻമണി ദാസ്, അവര് 4 പേരും പിന്നെ ശ്രീതു 5 പേരാണ് നോമിനേഷനിൽ ഇല്ലാത്തത്. ബാക്കി എല്ലാവരും നോമിനേഷനിലുണ്ട്. സോ അടിപൊളി ഒരു കിടിലൻ നോമിനേഷനാണ്. ആരെ പ്രേക്ഷകർക്ക് ബിഗ് ബോസ് ഹൗസിൽ നിർത്തണമെന്ന് തീരുമാനിക്കാൻ പറ്റിയ ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. സോ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ആ ഒരു അവസരം വിനിയോഗിക്കുക. നിങ്ങൾക്ക് ആര് പുറത്തു പോകണമെന്നാണോ അവർക്ക് വോട്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ആര് പുറത്തു പോകരുതെന്നാണോ അവർക്ക് വോട്ട് ചെയ്യുക. അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ യോഗ്യനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന വ്യക്തിയെ ബിഗ് ബോസ് ഹൗസിൽ നിലനിർത്തുക എന്നാണ് ഈ നിമിഷം നമുക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ വോട്ടുകൾ പഴകാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു സെഗ്മെന്റ് എത്തി. ഇനിയും ലൈവ് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ വേണോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കമന്റും നിങ്ങളുടെ കമന്റ്, അതായത് നമ്മുടെ കമന്റ് ബോക്സ് ഓപ്പൺ ആയിരിക്കുകയാണ് ഏത് നിമിഷവും. നിങ്ങൾക്ക് കമന്റ് ഇടാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എൻഗേജ് ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ഒരു സെഗ്മെന്റുകളും കാര്യങ്ങളൊക്കെ നടത്തി പോവാം. സോ എന്തായാലും പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാൻ. അതുവരയ്ക്കും ബൈ.